പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന നല്ല സൗഭാഗ്യത്തിനായി, സാഹചര്യത്തിനായി, സാവകാശത്തിനായി കർത്താവിനോട് നന്ദി പറയുന്നു. ഇന്ന് ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന നല്ല ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ എല്ലാത്തിനുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നീതിസൂര്യൻ്റെ പ്രകാശത്തിൽ സന്തോഷിക്കുവാൻ, നീതിസൂര്യനായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രകാശത്തിൽ തേജസ്സോടെ കർത്താവിനോട് ചേർന്ന്, പരിശുദ്ധാത്മാവോട് ചേർന്ന് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ കൃപയും നൽകുവാൻ തക്കവണ്ണം കർത്താവിനോട് പ്രാർത്ഥിച്ച് നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി വചനധ്യാനത്തിലേക്ക് കടക്കാൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 24-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 24 വേഴ്സ് 16. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഹല്ലേലൂയ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഹല്ലേലൂയ. അസാധാരണമായ ഒരു ദൈവവചനം. വചനത്തിനകത്തേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതുന്ന സദൃശ്യവാക്യങ്ങളുടെ അകത്ത് നടത്തിയെടുത്ത ഒറ്റ വാചകമാണ് പറഞ്ഞത്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പ്രഭാതത്തിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്നത്, കർത്താവ് നീതീകരിച്ചു എല്ലാം നീതിമാനാണ്. യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരെ നീതിമാൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നത് നീതിമാൻ എന്നാ പറയുന്നത്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് പതിക്കട്ടെ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഇവിടെ ആ വാക്ക് പറഞ്ഞ നീതിമാൻ വീണാലും. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീതിമാൻ വീഴുകയില്ല എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. വാക്ക് കേട്ടോ. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. നീതിമാൻ വീഴാൻ സാധ്യതയില്ല, നീതിമാൻ വീണു പോകത്തില്ല, നീതിമാൻ അനർത്ഥം വരത്തില്ല, ഒന്നുമല്ല ഇവിടെ എഴുതിയേക്കുന്നത്. ദൈവം വിളിക്കുന്ന നീതിമാൻ, ദൈവം പറയുന്ന നീതിമാൻ, അവൻ വീഴാൻ സാധ്യതയുണ്ട്. വീഴാൻ എന്ന് പറഞ്ഞാൽ തെറ്റിൽ വീഴാൻ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്യാൻ എന്നതിലപ്പുറം ജീവിതത്തിലെ വേദനകളെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയം കലങ്ങുന്ന തരത്തിൽ വേദനകൾ വരാൻ സാധ്യതയുണ്ട്, വഴികൾ കേൾക്കാൻ സാധ്യതയുണ്ട്, ചെയ്യാത്ത അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്, കുറ്റാരോപിതൻ ആകാൻ സാധ്യതയുണ്ട്. ജോസഫിനെ പോലെ കുറ്റാരോപിതനാകാൻ സാധ്യതയുണ്ട്. ഹന്നയെ പോലെ മുഷിപ്പിക്കുന്ന പെനീനമാരുണ്ടാകാൻ സാധ്യതയുണ്ട്. പൗലോസിനെ പോലെ അണലികേറി ചുറ്റുമ്പോൾ കള്ളനെന്നും കൊലപാതകനെന്നും നീതിദേവി ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നും പറയുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ വേദനയെ കൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ ഹൃദയം കലങ്ങുന്ന വേദനകളാണ്. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന വാക്യത, നീതിമാൻ 7 പ്രാവശ്യം വീണാലും. വീഴുകയില്ലെന്നല്ല, പ്രതിസന്ധി ഉണ്ടാവുകയില്ലെന്നല്ല, ഒരു ബുദ്ധിമുട്ടോ വേദനയോ ഉണ്ടാവുകയില്ലെന്നല്ല, ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകും. വീണാലും നീതിമാന് സങ്കടമുണ്ടായാലും, നീതിമാന് വേദന ഉണ്ടായാലും, നീതിമാൻ ഒറ്റപ്പെട്ടു പോയാലും, നീതിമാനായവൻ്റെ എല്ലാം യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടാലും, നീതിമാനായവൻ സങ്കടത്തിൽ കൂടെ കടന്നുപോയാലും, നീതിമാൻ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നുപോയാലും, നീതിമാൻ ഇന്നത്തെ സാഹചര്യത്തെ നോക്കി നാളെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുമെന്നിരുന്നാലും, നീതിമാൻ ദൈവത്തിന് മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ കർത്താവേ ഇങ്ങനെയെന്ന് ചോദിച്ചു കൊണ്ടിരുന്നാലും, കുഞ്ഞെ ഇന്നൊരു കാര്യം പറയാം. നീതിമാനാണോ നീ? വീണാലും എഴുന്നേൽക്ക്. ഹൃദയം കലങ്ങിയിരിക്കുന്നു, നിന്നെ എഴുന്നേൽപ്പിക്കാൻ നീതി സൂര്യന്റെ പ്രകാശം നിനക്ക് വേണ്ടി ഉദിക്കും. ഹല്ലേലൂയ. നീതിമാന്റെ പ്രകാശം കുഞ്ഞെ നിനക്ക് വേണ്ടി ഉദിക്കും. നീതിമാന്റെ പ്രകാശം നിനക്കായി ഉദിക്കുമെന്ന്. നീതിമാനാണോ നീ? എഴുന്നേറ്റ് വരും.
നീതിമാനാണോ, നീ തളർന്നു പോകത്തില്ല, നീ എഴുന്നേറ്റ് വരും. കഴുകൻ ചിറകടിച്ചു പറന്നുയരുന്നത് പോലെ കഴുകനെ കുറിച്ച് വിധി എഴുതും. വിധി ഇത്, ഈ കഴുകൻ ഇനിയും പപ്പും തൂവലും വെച്ച് വരികയില്ലെന്ന് എഴുതുമ്പോ പുതിയ തൂവലും പുതിയ പപ്പും വെച്ച്, അതേ പുതിയ ചുണ്ടും പുതിയ നഖവുമായിട്ട് കഴുകൻ അതേ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് പോലെ നിന്റെ യൗവനം കഴുകന്മാരെ പോലെ പുതുക്കി വരും. നീ നീതിമാനാണെങ്കിൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ, നീതി സൂര്യന്റെ പ്രകാശത്താൽ, നീതി സൂര്യന്റെ തേജസ്സിനാൽ, യേശു കർത്താവാകുന്ന നീതി സൂര്യന്റെ തേജസ്സിനാൽ കുഞ്ഞെ നീ എഴുന്നേറ്റ് വരും. അടുത്തൊരു വാചകം കൂടി അതോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഒത്തിരി അനർത്ഥം ദുഷ്ടന്മാർക്കുണ്ടാകത്തില്ല, ഒന്നേ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, എന്നാൽ ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഇന്നീ പ്രഭാതത്തില് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഇന്ന് കേൾക്കുന്ന സന്ദേശത്തിനകത്ത് ഒരു പ്രസംഗമോ ഒരു പാട്ടോ അല്ലെങ്കിൽ പുറമേ കാണുന്നത് കൊണ്ടോ നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. കുഞ്ഞെ, ദൈവ സാക്ഷ്യം പറയും, ദൈവം പറയും, ദൈവം തിരിക്കും നീതിമാനെയും ദുഷ്ടനെയും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. നീതിമാനാണോ? ഇന്നത്തെ സാരമില്ല, ഇന്നത്തെ തകർച്ച സാരമില്ല, ഇന്നത്തെ വേദന സാരമില്ല. ദുഷ്ടനാണോ? ദുഷ്ടൻ വീണ് അനർത്ഥ ദുഷ്ടനെ കൊല്ലും, ഇല്ലാതാക്കി കളയും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നീ വചനം ജനത്തിന് കൈമാറുന്നു. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദൈവം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിമാനായി നടക്കുന്നത്, നിഷ്കളങ്കനായി നടക്കുന്നത്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരാതെ ദൈവം പരിപാലിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ നേരെ ചെന്ന് ഛേദിക്കപ്പെടും. ദുഷ്ടന്മാർ അനർത്ഥം കൊണ്ട് നശിച്ചു പോകുമ്പോൾ നീതിമാന്മാരെ ദൈവ താങ്ങുന്നതിനായി, യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ട് ദൈവം കരം പിടിക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവകരം കൂടിയിരിക്കുന്നതായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം. എല്ലാ മാനവമഹത്വവും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.